നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സാജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റം വളരെ ലളിതമായിട്ടുള്ള സിസ്റ്റമാണ്, ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യലിനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. പെർഫെക്ഷൻ ഓൾറെഡി പ്രസൻറ്റ് വിത്തിൻ മാൻ. നമ്മുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പെർഫെക്ഷനാണ്. ആ പെർഫെക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് നമ്മൾ നമ്മുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസിൽ കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ പാസ്റ്റ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റ് പ്രൊജക്റ്റ് ചെയ്താണ് ഫ്യൂച്ചർ. നമ്മൾ ഭയം എന്ന് പറയുന്നത് പാസ്റ്റിനെ ഫ്യൂച്ചറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാണ്. മുമ്പേ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ള ഒരു ഭയം. അതാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ശ്രമിക്കാനുള്ള കാരണം. ഈ ഭയത്തെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈക്കിളിൽ നിന്ന്, പാസ്റ്റിൽ നമ്മളെ പുള്ളി ചെയ്യുന്ന ആ സൈക്കിളിൽ നിന്ന് നമ്മൾ മോചിതരാവണം. അതിനാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ പറയുന്നത്. പാസ്റ്റ് നമ്മളെ എങ്ങനെയാണ് വലിക്കുന്നത്? പാസ്റ്റിൽ നിന്നുള്ള ഇംപ്രഷൻസ് നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. അത് ഓരോ അന്തരീക്ഷം വരുമ്പോൾ അത് പ്രകടമാവുന്നു. ഒരു വിത്ത് അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ലഭിക്കും, എൻവയൺമെൻറ്റ് ലഭിക്കുമ്പോൾ അത് മുളയ്ക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള പേഴ്സണാലിറ്റീസ്, ഇംപ്രഷൻസ്, സംസ്കാരങ്ങൾ എന്നൊക്കെ പറയും. നമ്മൾ നല്ല മനുഷ്യനായിരിക്കുന്നത് നമുക്ക് മോശമായിട്ട് പെരുമാറാനുള്ള ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ടാണ്.
എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും സെൽഫിഷായിട്ട് സ്വഭാവം പ്രകടമാക്കും. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ സെൽഫിഷായത് എന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അനുഭവങ്ങളെ നമ്മൾ മുന്നേ എങ്ങനെയാണോ അതിനെ കണ്ടിരുന്നത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും കാണും. അതിനെയാണ് നമ്മൾ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷന് ഈ തരത്തിലുള്ള പുറകിലേക്കുള്ളൊരു വലി, നമ്മൾ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പുറകിലേക്ക് വലിക്കുകയാണ്. അത് നമുക്കൊരു തടസ്സമാണ്. അതുകൊണ്ടാണ് അപരിഗ്രഹ, ഡിസയർലെസ് ആയിട്ടുള്ള, നോൺ അറ്റാച്ച്ഡ് ആയിട്ടുള്ള, പൊസഷൻസ് നമ്മളെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ കൊണ്ടു നടക്കണം എന്ന് പുരാതനമായിട്ടുള്ള നമ്മുടെ സിസ്റ്റം പറയുന്നത്. നമ്മൾ സാധന ചതുഷ്ടയത്തിലെ മൂന്നാമത്തെ ലിംബ്, അതിൽ മനസ്സിൻ്റെ റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിലാണ് അഷ്ടാംഗ യോഗ പദ്ധതി, ശമം എന്നുള്ള സ്റ്റെപ്പിൽ. അപ്പോൾ അതിൽ നമ്മൾ യമം എന്നുള്ള സ്റ്റേജാണ്, നമ്മുടെ മനസ്സിന് അനാവശ്യമായിട്ട് ടെൻഡൻസീസിനെ റെഗുലേറ്റ് ചെയ്യുക. അതിലാണ് അപരിഗ്രഹം എന്നുള്ള ഈ പാർട്ട് വരുന്നത്. നമ്മൾ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം കവർ ചെയ്തു. ഇനി അപരിഗ്രഹ. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ആഗ്രഹങ്ങളില്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? ഇത് വലിയൊരു ഇഷ്യൂ. പലരും ചോദിക്കും, ഒരു മോട്ടിവേഷനും ഇല്ലാണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക? സന്യാസാശ്രമത്തിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ കുടുംബക്കാർക്കൊക്കെ ഒരു ടെൻഷനാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു, എന്തിനാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ മെഡിറ്റേഷനൊക്കെ പോകുന്നത്, ധ്യാനത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വിരക്തനായിട്ട് ഈ ലോകത്തിൽ യാതൊരു താല്പര്യമില്ലാണ്ട് ഇതിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാത്തവരാണ് ഇതിനൊക്കെ പോകുക എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ശാരീരികമായിട്ടൊരു അവസ്ഥയാണ് എന്നാണ് വിചാരിക്കുന്നത്. കല്യാണം കഴിക്കാണ്ടിരിക്കുക, വീട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുക, വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് പേരൊക്കെ മാറ്റിയിട്ട് അവിടെ ജീവിക്കുക, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ട് മനസ്സിൽ ഉള്ള ഈ തരത്തിലുള്ള കണക്ഷൻസ് ഇല്ലാണ്ടേ വരിക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആഗ്രഹമില്ലായ്മ വരേണ്ടത് ഉള്ളിലാണ്, പുറത്തല്ല. നമുക്ക് എത്ര നമ്മൾ തടസ്സം നിന്നാലും, ഇപ്പോൾ എനിക്ക് ചായ കുടിക്കണം എന്ന ആഗ്രഹമുണ്ട്, ചായ കുടിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് ചായ മുമ്പിൽ വെച്ചാൽ കുറേ ദിവസം കഴിഞ്ഞാൽ അറിയാണ്ട് കുടിച്ചു പോകും. മദ്യപാനം നിർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, അവർ വീണ്ടും മദ്യപാനികളാവും. ഇപ്പോൾ അടുത്തൊരു വ്യക്തി എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് മദ്യപാനം നിർത്തുക? ഒരു കാര്യം നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് ശക്തമായിട്ട് നമ്മളെ അങ്ങോട്ട് തന്നെ വലിക്കുന്നു. അപ്പോൾ നമ്മളൊരു കാര്യത്തിനെ പൊസസ് ചെയ്യേണ്ട, ആഗ്രഹിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു ആഗ്രഹമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള മനസ്സിൻ്റെ പുള്ള്, ടെൻഡൻസികളിലേക്കുള്ള പുള്ള്, അത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മനസ്സ് ആക്ടിവേറ്റഡ്, എപ്പോഴും ആക്റ്റീവാണ്. മനസ്സ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. അതിനെന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കണം, എന്തെങ്കിലും പ്രവൃത്തി കൊടുക്കണം. ആ പ്രവൃത്തി നമ്മൾ കൊടുത്തില്ലെങ്കിലും അത് മുമ്പേയുള്ള ഈ അനുഭവം എന്ന് വരുന്ന കാര്യങ്ങളെ അതിനെ സ്വീകരിച്ചിട്ട് അതിനെ പിന്നെ ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് മനസ്സിൻ്റെ കർമ്മത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിനെ നമ്മൾ ശരിയായിട്ടുള്ളൊരു ദിശ കൊടുക്കണം. ഇപ്പോൾ കുട്ടികളെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നിർബന്ധിച്ചാൽ കഴിക്കില്ല. അതേസമയം പുറത്ത് കൊണ്ടുപോയിട്ട് അമ്പിളിമാവനെ കാണിച്ചു തരാം, ആ പക്ഷീനെ കണ്ടുപോകും, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് വായിൽ കൊടുക്കും, ഭക്ഷണം ഇങ്ങനെ കഴിക്കും. അപ്പോൾ നമുക്കൊരു ഹയർ തലത്തിലേക്ക്, വേറൊരു തലത്തിലേക്ക് മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവും. ഒരു കളിപ്പാട്ടത്തിന് വാശി പിടിക്കുന്ന ഒരു കുട്ടിയെ കളിപ്പാട്ടത്തിൽ നിന്ന് വേർപെടുത്തുന്നത് എങ്ങനെയാണ്? കുറച്ചും കൂടി നല്ലൊരു കളിപ്പാട്ടം കാണിച്ചു കൊടുത്താൽ. അപ്പോൾ നമുക്കിവിടെ വെറും ഡിറ്റാച്ച്മെൻറ്റോട് കാര്യം നടക്കില്ല. ആഗ്രഹമില്ലാതെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയൊരു ആഗ്രഹം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുന്നത്. നമ്മൾക്കൊരു ക്യാരറ്റ് മുമ്പിൽ തരുന്നുണ്ട്. അപ്പോൾ ചക്ക് ആട്ടുമ്പോൾ കഴുത ഈ ക്യാരറ്റ് നോക്കി ഇങ്ങനെ കറങ്ങൂത്രേ, അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അത് ഭൗതികമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ അതും തീർച്ചയായിട്ടും അതിനൊരു അവസാനമുണ്ട്. നമ്മൾ ഒരു ആഗ്രഹത്തെ വേറെ ആഗ്രഹം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ജോലി ചെയ്താൽ ഞാൻ ഇത് തരാം എന്ന് ആഗ്രഹം പോലെ അത് കിട്ടിയില്ലെങ്കിൽ ഇറിറ്റേഷൻ വരും. അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ജോലി കിട്ടി എന്ന് വിചാരിക്കുക, ആ ജോലിയിൽ കുറച്ച് കഴിഞ്ഞാൽ മടുക്കാൻ തുടങ്ങും, വേറെ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയും. ഭൂതത്തിൻ്റെ കഥ പോലെ, കുടത്തുനിന്ന് പുറത്തേക്ക് വന്ന ഭൂതം, എനിക്കൊരു നിമിഷം വെറുതെ ഇരിക്കാൻ പറ്റില്ല, വെറുതെ കഴിഞ്ഞാൽ ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് പറയും. അപ്പോഴാണ് പല പല പ്രവൃത്തികളും കൊടുക്കുന്നത്. ഒടുക്കം നായയുടെ വാല് നേരെയാക്കാൻ പറഞ്ഞു എന്നാണ്, അത് പറ്റാതെ ഭൂതം പോയി എന്നാണ്. പക്ഷെ അതും ചെയ്തു എന്നൊരു കഥയുണ്ട്. ഒടുക്കം പറയുകയാണ്, എൻ്റെ ഭാര്യയുടെ മനസ്സ് മാറ്റണം എന്ന് ഭൂതത്തിനോട് പറയുക. ഭൂതം പറഞ്ഞു അത് മാത്രം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭൂതം പോവുകയാണ്.
അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ഏറ്റവും പ്രോബ്ലം മനസ്സിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ, ബാക്കി എന്ത് ആഗ്രഹവും നമുക്ക് നിറവേറ്റാൻ സാധിക്കും. മനസ്സിനെ അതിൻ്റെ പ്രവർത്തികളിൽ നിന്നും വിടിവിക്കുക, ഫോഴ്സ്ഫുള്ളി വിടിവിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അപ്പോൾ എന്താണ് വഴി? അതാണ് സഹജമാർഗത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. മനസ്സിനെ അതിൻ്റെ ഹയ്യസ്റ്റ് തലത്തിലേക്ക് കണക്ട് ചെയ്യുക. ഈ ആഗ്രഹത്തെ ആ ആഗ്രഹം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആഗ്രഹം, കാമം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള സ്വഭാവമാണെന്ന് ബാബുജി മഹാരാജ് പറയുന്നു. കാമവും ക്രോധവും. അപ്പോൾ കാമത്തെ നമ്മൾ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഉയർന്ന ആ തലത്തിനെ നമ്മൾ ആഗ്രഹിക്കണം. ഈ ബോണ്ടേജിനെ ആ ബോണ്ടേജായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഞാൻ ബെറ്റർ ആവുന്നുണ്ടോ എന്നുള്ള ഒരു തലത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതുതന്നെയാണ് എൻ്റെ എക്സ്പെരിമെൻ്റാക്കി മാറ്റുകയാണെങ്കിൽ, മഹാത്മാഗാന്ധിജി സത്യാഗ്രഹം എന്ന് പറഞ്ഞു, എപ്പോഴും അതിലേക്ക് മാത്രം, അത് മാത്രം ഞാൻ ആഗ്രഹിക്കും, സത്യത്തെ മാത്രമേ ആഗ്രഹിക്കുന്നു. സത്യം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി സംബന്ധിച്ചോളം ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണതയിലേക്ക് എനിക്ക് എത്തിച്ചേരണം. ഞാൻ ഡിവൈനൈസ്ഡ് ആവണം, എൻ്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടണം, എൻ്റെ ഈഗോ ഈ തരത്തിൽ താഴാതെ ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കണം. സഹജമാർഗ ഗുരുനാഥനായിട്ട് ദാജിയത പറയുന്നു, ഈഗോ ഡയറക്റ്റ് ചെയ്യുന്നത് സ്വയം ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ചെയ്തേക്കാളും കൂടുതൽ നന്നായി ഇന്ന് ചെയ്യും, ഇന്നലെ സംസാരിച്ചേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് ഞാൻ സംസാരിക്കും, ഞാൻ ഇന്നലെ സ്മൈലിംഗ് ആയിരുന്നു ഇന്ന് ഞാൻ സ്മൈലിംഗ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ അതിൽ ലഭിക്കുന്ന ഫീഡ്ബാക്ക്സ് ഉപയോഗിച്ച് നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അൺഎൻഡിങ് എക്സ്പെരിമെൻ്റാണ്. എത്ര കാലം വേണമെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. എല്ലാ കാര്യത്തിലും, നമ്മുടെ ഫാമിലി നോക്കുന്ന കാര്യത്തിൽ ഞാൻ ഇന്നത്തേക്കാളും കൂടുതൽ നന്നായിട്ട് നോക്കും, എൻ്റെ അച്ഛനമ്മമാരെ കൂടുതൽ നന്നായി നോക്കും, അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഭാര്യയും കുട്ടികളും ഞാൻ ഇന്നലെ ചെയ്തേക്കാളും നന്നായി ചെയ്യും. കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും, ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ കുറച്ച് സബ്ലിമേറ്റഡ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്രമേണ മനസ്സുയരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പെർഫെക്ഷനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം, അത് മാത്രമേ നമ്മുടെ ഉള്ളിൽ പാടുള്ളൂ. അതാണ് ക്രേവിങ്, റെസ്റ്റ്ലെസ്നെസ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഉള്ളിലൊരു റെസ്റ്റ്ലെസ്നെസ്, ബാബുജി മഹാരാജ് റെസ്റ്റ്ലെസ്നെസ് വേണമെന്നാണ്. നമുക്ക് അത്ഭുതം തോന്നും. സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നമ്മൾ റെസ്റ്റ്ലെസ്നെസ് വേണമെന്ന് പറയുമ്പോൾ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? ആ റെസ്റ്റ്ലെസ്നെസ് പറഞ്ഞാൽ ഈ പറയുന്ന റെസ്റ്റ്ലെസ്നെസ് അല്ല, എനിക്ക് അതായി തീരണം എന്നുള്ള റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ വേറെ ഒന്നും നമ്മളെ വിഷമിപ്പിക്കുന്നില്ല. നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ, ദേഷ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഉള്ളിൽ അന്വേഷിക്കുന്നു, ഞാൻ ഉള്ളിൽ അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ദേഷ്യം എനിക്ക് ഒരിക്കലും ദേഷ്യമായി തോന്നില്ല. ആരെയും ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് എന്തോ എൻ്റെ ഉള്ളിലൊരു കറ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി മാത്രമാണ് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും പുറമേ ഡിപ്രസ്ഡ് ആവില്ല. അതുപോലെ നമ്മൾ ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും തയ്യാറാവുന്നു. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം എല്ലാവർക്കും അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇതാണ് അപരിഗ്രഹത്തിൻ്റെ വേറൊരു വഴി. മഹാത്മാഗാന്ധിജി സർവോദയം എന്ന് പറയും, അന്ത്യോദയം. ഒരു ട്രസ്റ്റിയെ പോലെ ജീവിക്കണം എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ട്രസ്റ്റ്, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഉപയോഗിച്ചു, ബാക്കിയെല്ലാം ഒരു ട്രസ്റ്റിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ബോധത്തിൽ ജീവിക്കണം എന്നാണ്. കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഒന്ന് ശ്രമിച്ചു നോക്കൂ, വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എപ്പോഴും എൻ്റെ ബെറ്റർമെൻറ്റിൽ ശ്രദ്ധിക്കുന്ന ആൾ, അതാണ് ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഹോപ്പ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമുണ്ട്. ഹാർട്ട്ഫുൾനെസ് ഒഡിസി ഫോർ പേഴ്സണൽ എക്സലൻസ്. നമ്മുടെ ലക്ഷ്യം അത് മാത്രമല്ല, പേഴ്സണൽ എക്സലൻസിലേക്ക് വരിക. എൻ്റെ ഉള്ളിലുള്ള എക്സലൻ്റ് ആയിട്ടുള്ള മനുഷ്യനെ, പ്യുവറായിട്ടുള്ള ക്യാരക്ടർ ഞാൻ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് എൻ്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന എക്സ്പീരിയൻസ്, അതിന് ഹാർട്ട്ഫുൾനെസ് ലാബറട്ടറി എന്നും പേരിട്ടുണ്ട്. ഒരു ലാബറട്ടറിയാണ് എൻ്റെ ഉള്ളിൽ. ഞാൻ തന്നെയാണ് എക്സ്പെരിമെൻറ്റ്, ഞാൻ തന്നെയാണ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടും ഞാൻ എൻ്റെ മുകളിൽ തന്നെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയറി റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപരിഗ്രഹം എന്നുള്ള ഈ വാക്കിൻ്റെ ഈ ഒരു തലം, അതായത് ഗെറ്റ് കണക്റ്റഡ് ടു ദ ഹയ്യസ്റ്റ് എന്നുള്ള തലത്തെക്കുറിച്ചിട്ട് കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവ്, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.